സംസ്ഥാന ബജറ്റിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമായി 192.20 കോടി രൂപ വകയിരുത്തിയത് മലയോര കർഷകർക്ക് ആശ്വാസമാവും. നേരത്തെ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് CK കാസിം MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. VD സതീശൻ സർക്കാരിൻ്റെ പ്രഥമ ബജറ്റിലാണ് മലയോര കർഷകർക്ക് ആശ്വാസ വാർത്തയുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ 192.20 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. വന്യജീവി ആക്രമണ ശല്യം കൊണ്ട് പുറത്തുമുട്ടിയ മലയോര ജനതയ്ക്ക് ഈ പ്രഖ്യാപനത്തിലൂടെ പുതിയ പദ്ധതികൾ നടപ്പാക്കി ആശ്വാസം കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷ. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം തേടി തിരുവമ്പാടി MLA CK കാസിം മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. സംസ്ഥാനത്താകെ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കാൻ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സമഗ്ര പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ സവിശേഷ ഗുണം തങ്ങൾക്ക് കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനത. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടുതൽ സുരക്ഷ മുന്നറിയിപ്പ് സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പദ്ധതിക്കുണ്ടാവും. വനമേഖലകളിൽ അടിസ്ഥാന സുരക്ഷാ സൗകര്യങ്ങൾ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന മലയോര മേഖലയ്ക്ക് ബജറ്റിലെ നിർദ്ദേശം നടപ്പാവുന്നതോടെ വലിയ ആശ്വാസം തന്നെയാണ്. പന്നിശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകളുടെ സ്വൈര്യജീവിതത്തിന് പോലും ഭീഷണി നിലനിൽക്കെ പുത്തൻ പദ്ധതികളിലൂടെ അവയെ തുരത്താനാവുമെന്നാണ് പ്രതീക്ഷ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടുമൃഗങ്ങളോടും കാലാവസ്ഥയോടും പ്രകൃതിയോടും പടവെട്ടി കുടിയേറി പാർത്ത ജനത ഇന്ന് വന്യമൃഗശല്യം കാരണം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. കാട്ടുപന്നി, കാട്ടാന, കടുവ, പുലി, കുരങ്ങുൾപ്പെടെയുള്ളവ മനുഷ്യജീവനൊപ്പം അവരുടെ കൃഷികൾക്കും വലിയ ഭീഷണിയായി മാറിയിട്ട് വർഷങ്ങളായി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.